അപ്പോൾ നമ്മൾ കൂടം കൂട്ടുന്നതാണ് കപ്പത്തണ്ട്. 5 പോള തണ്ടിൻ്റെ ഒരു കപ്പത്തണ്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നല്ല കൂടെ നല്ല കിളച്ച് നല്ല കണ്ടീഷനാക്കുക. ഉണ്ടെങ്കിൽ നല്ല കറുത്ത മണ്ണ് ഇതാ ഇങ്ങനെ ആക്കി നല്ല നമുക്ക് ജൈവ വളം ഇട്ടിട്ട് നല്ലോണം കപ്പ നല്ലോണം ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ ജൈവ വളമാണ് ഇതുണ്ടെങ്കിൽ ഇതാ നല്ല ഇനം ജൈവ വളം. ഇങ്ങനത്തെ കുറേ ഇങ്ങനെ കിട്ടും. ഇതാ നോക്കാം. ഇതാ ഇങ്ങനെ 3-4 ബാരൽ ഇതാ ഇതാ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം കൂട്ടി ഇങ്ങനെ കുഴച്ചിടുക. നല്ലോണം ഇതാ ഇങ്ങനെ കുഴച്ച് നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ല കണ്ടീഷനായിട്ട് ഒരു 10-25 കൂടെ നമ്മൾ ഇങ്ങനെ ആക്കി ഇങ്ങ് എടുക്കുന്ന നോക്കുക. ഇങ്ങനെ ആക്കി നല്ല കണ്ടീഷനാക്കി ഈ പുല്ലല്ലേ, ഈ പുല്ലെല്ലാം അങ്ങ് എടുത്ത് കളിയുക. എല്ലാം റെഡിയാക്കി എടുക്കും. അങ്ങനത്തെ എല്ലാ കൂടത്തിനും നമ്മൾ ജൈവ വളം നല്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നൽകിയിട്ടുണ്ടെങ്കിൽ എന്താ സാധനം, ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ജൈവ വളമാണ്. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇങ്ങനെ കുഴച്ചിട്ട് നല്ലോണം എന്നിട്ട് ചെയ്യുക, നമ്മൾ മരിച്ചുള്ള മിച്ചറുകളും ഇട്ടിട്ട് നമുക്ക് പൊടിച്ച് വരുമ്പോൾ മിച്ചർ ഇടുക. എന്നും ജൈവ വളം ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കുക കുറേച്ച. അങ്ങനെയാണ് നമുക്ക് കപ്പ നല്ലോണം ഉണ്ടാക്കുക. ഒരു മേരട്ടിന് റെഡിക്ക് 15-20 കിലോ കപ്പ ഉണ്ടാക്കാൻ നല്ല ജൈവ വളം ഇടുക. രാസവളം ലേശം ഇടുന്നങ്ങ് പറയുകയും വേണം. അങ്ങനെ നമ്മൾ കപ്പ ഒരു 25 മേരട്ട് വല്ല ഉണ്ടാക്കുന്നെങ്കിൽ നല്ല വരുമാനം നമുക്ക് കിട്ടും. നിങ്ങൾ നല്ലോണം അധ്വാനിക്കുക. ഞങ്ങൾ എല്ലാവരും കൃഷിയിടത്തിൽ അരേത മണിക്കൂർ ഒരു മണിക്കൂർ ഇതാ നല്ലോണം ഇറങ്ങിയിട്ട് നല്ലോണം കൃഷി ഉണ്ടാക്കുക. എല്ലാ കൃഷികളും ഉണ്ടാക്കുക. അപ്പോൾ വളം ഇങ്ങനെ അങ്ങ് ചെയ്ത് നമ്മൾ ഇതാ നല്ലോണം കൂട്ടി കുഴച്ചിതാണ് നിങ്ങൾ നല്ലോണം ഇങ്ങനത്തെ പുല്ലുമെല്ലാം അങ്ങ് എടുത്തില്ലേ നമ്മൾ. എന്നിട്ട് പൊടിച്ച് വരുമ്പോൾ വീണ്ടും നമ്മൾ ജൈവ വളം ഇങ്ങനെ ഇടുക. നല്ലോണം കണ്ടീഷനാക്കി നല്ല കൂടെ ഒരു 10-20 കൂടെ നിങ്ങൾ നല്ല കണ്ടീഷനാക്കി എടുക്കുക. അപ്പോൾ 3 മുട്ട് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ മുറിക്കുക. രണ്ടുങ്ങൾ ഇങ്ങനെ മുറിക്കുക. തിരിച്ചാൽ ഇങ്ങനെ മുറിക്കുക. സോപ്പ് ഇതൊരു 5-8 മുറിക്കേണ്ടത്. രണ്ടുങ്ങൾ ഒരു 8 മുറിക്കേണ്ടത് ഇങ്ങനെ മുറിക്കുക. അത് രണ്ടുങ്ങൾ ഇത്ര നല്ല കപ്പത്തണ്ടാണിത്. അപ്പോൾ ഇത് വെക്കുന്ന വെച്ചാൽ ഇത്തിരി നമ്മൾ ഇത്തിരി ഇതാണ്ട് വേണ്ട ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അത് ഈ ആത്തണ്ട. അതുപോലെ തന്നെ ഇത് കണ്ടോ ഇങ്ങനത്തെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈനും വെച്ച് കൊടുക്കും. ഇങ്ങനെ ഇത്ര ഇത് ശേഷം ഇനി നമ്മളിപ്പോൾ പൊടിച്ച് വരുമ്പോൾ എന്നും നമ്മൾ എന്ത് ചെയ്യുക, എന്നും ജൈവവളം ഇട്ടിട്ട് കുറേ കൊത്തി ഇളക്കി മണ്ണും കാറ്റി കൊടുക്കുക. പക്ഷേ മിച്ചർ ഇട്ടാൽ നല്ലോണം കപ്പ ഉണ്ടാവും. എല്ലാവരും നല്ലോണം കൃഷിയിലിറങ്ങി നല്ലോണം എല്ലാ കൃഷികളും ചെയ്യുക. പച്ചമുളക് ഇപ്പം പച്ചമുളക് പായിട്ട് പച്ചമുളക് ചെയ്യുക. ചേനകളെല്ലാം ചെയ്താൽ നമുക്ക് വരുമാനം ഉണ്ടാകും. നമുക്ക് 5 സെൻറ്റ് ഉണ്ടെങ്കിൽ കാണാം 100-150 കൂടെ അതിൽ കൂട്ടിയിട്ട് 5 സെൻറ്റിൽ നല്ലോണം വെയിലെല്ലാം കെട്ടിയിട്ട് കപ്പ വെക്കുന്ന നിൽക്കുക. നല്ലോണം കപ്പ ഉണ്ടാകും. ജൈവ വളം ഉപയോഗിക്കുക. എല്ലാവരും നല്ലോണം കൃഷിയിടത്തിലിറങ്ങി കൃഷി ഉണ്ടാക്കുക എല്ലാവരും.